പേസ ടിവിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേസ ടിവിയുടെ ഈ എപ്പിസോഡിൽ ഞാനൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ പരിചയപ്പെടുത്തുകയാണ്. പേസ ടിവിയുടെ മദർ കമ്പനിയായ ആസ്പെയർ സോഫ്റ്റ്വെയർ ലാബ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഇ-കൊമേഴ്സ് സിസ്റ്റം. നിങ്ങൾക്കറിയാം, ഇ-കൊമേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്ന ഈ വേളയിൽ എല്ലാ ആൾക്കാരും ഇ-കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഏതൊരു ടൈപ്പ് പ്രോഡക്റ്റും ഓൺലൈനിൽ എത്തിച്ച് അതിൽ നല്ല വിൽപ്പന ഉണ്ടാക്കി നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് എന്നൊരു വേർഡ് വരുമ്പോൾ ഒരു കാരണവശാലും ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നിവയൊന്നും നമ്മൾ ചിന്തിക്കരുത്. കാരണം അവരൊക്കെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇ-കൊമേഴ്സ് എന്ന ഇൻഡസ്ട്രി ആർക്കും ഉപയോഗിക്കാം. ഒരു വലിയ കോടീശ്വരനായ ആൾക്കാർക്കോ അല്ല ഉദാഹരണം പറഞ്ഞാൽ ആമസോൺ എന്ന ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയർക്കോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്ന ബിഗ്ഗസ്റ്റ് പ്ലെയർക്കോ അല്ലെങ്കിൽ കാവ്യ മാധവൻ എന്ന ഒരു വലിയ നടിക്കോ അല്ലെങ്കിൽ മനോരമയുടെ വലിയ ടീമിനോ അങ്ങനെ ഒരു ബിഗ്ഗസ്റ്റായ പ്ലെയർക്ക് മാത്രമല്ല, ഒരു സാധാരണക്കാരനായ ഒരു സ്റ്റുഡൻറ്റിന് വരെ ഇ-കൊമേഴ്സ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇ-കൊമേഴ്സ് എന്ന വേർഡ് ആർക്കും ഉപയോഗിക്കാം, പൈസക്കാർക്ക് മാത്രമുള്ള വേർഡല്ല. ദെൻ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇ-കൊമേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇ-കൊമേഴ്സ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇ-കൊമേഴ്സ് ദ ബെസ്റ്റ് ഇൻകം ഓപ്ഷനാണ്. ഇത് ഏറ്റവും വലിയൊരു ഓപ്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ ആൾക്കാരും ഇ-കൊമേഴ്സിലൂടെയാണ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. എനിവേ, ഞാൻ ഇന്ന് ഇ-കൊമേഴ്സിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ പഴയ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇ-കൊമേഴ്സിന് വേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഈ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിലേക്ക് പോവാണ്. എനിവേ, ഇ-കൊമേഴ്സ് ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മേജറായിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നല്ലൊരു മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ആവേണ്ട. മൊബൈൽ ഫ്രണ്ട്ലി വെബ് ഡിസൈൻ, നല്ലൊരു മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ് ഡിസൈൻ നിങ്ങൾക്ക് വേണം. ദെൻ അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ബ്രാൻഡ് നെയിമാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് മൂന്നാമത്തെ ഒരു കാര്യം വേണ്ടത് ബ്രാൻഡ് നെയിം മീൻസ് ബ്രാൻഡ് നെയിം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമെയിൻ നെയിം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡൊമെയിൻ നെയിം ഉണ്ടോ നോക്കുക. .com ആണ് മസ്റ്റ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ-കൊമേഴ്സിൽ ആവശ്യമുള്ള അടുത്ത ഒരു കാര്യമാണ് അൺലിമിറ്റഡ് ഹോസ്റ്റിംഗ്, അൺലിമിറ്റഡ് സ്പേസ് നിങ്ങൾക്ക് വേണം. ഓക്കെ. ഇനി അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് നാലാമത്തെ ഒരു കാര്യം SSL സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഇനി അത് കഴിഞ്ഞ് അഞ്ചാമത് നിങ്ങൾക്ക് വേണ്ടത് ഇ-കൊമേഴ്സിൻ്റെ സോഫ്റ്റ്വെയറാണ്. ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് വേണ്ടത് പേയ്മെൻറ്റ് ഗേറ്റ്വേ, ആൾക്കാരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാനുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ നിങ്ങൾക്ക് വേണം. ഇനി ഇത്രയും കാര്യങ്ങളാണ് വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇ-കൊമേഴ്സ് ചെയ്യാൻ. ഇനി ഞാനിവിടെ വരയിട്ട് പോവാണ്. ഇനി അടുത്തത് വെബ് ഓറിയൻറ്റഡ് അല്ലാത്ത എന്തൊക്കെ നമുക്ക് ഇതിന് വേണം. ഏഴാമത്തെ അടുത്ത ആവശ്യമുള്ളത് പ്രോഡക്ട്സ് വേണം. പ്രോഡക്ട്സ് സപ്ലയേഴ്സ്. ആരാണ് പ്രോഡക്റ്റ്? അവർ സപ്ലയേഴ്സിന് നമ്മൾക്ക് വേണം. പ്രോഡക്റ്റ് സപ്ലയേഴ്സിന് നിങ്ങൾക്ക് വേണം. ഇനി അടുത്തത് മാർക്കറ്റ് പ്ലേസ്, അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർക്കറ്റ് പ്ലേസ് ആണ്. നിങ്ങളുടെ സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതിലുപരി നിങ്ങളുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മറ്റ് വിവിധ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതായത് മാർക്കറ്റ് പ്ലേസിൽ മേജർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സപ്പ്, അതുപോലെ തന്നെ ഇമെയിലൊക്കെ വഴി നിങ്ങൾക്ക് ചെയ്യാൻ. അതുപോലെ ഇതിനുള്ള സംവിധാനങ്ങൾ വേണം. ഓക്കെ. വാട്സപ്പും ഇമെയിലും SMS-ഉം ഫേസ്ബുക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമുള്ള ഒരു ലാപ്ടോപ്പ്, ഒരു സിസ്റ്റം നിങ്ങൾക്ക് അർജൻറ്റാണ്. ഇനി 9ാമത്തെ നിങ്ങളുടെ നിർബന്ധമായിട്ടും കേരളത്തിലെ 2 ഫെയിലിയറായ, അതായത് അടിപൊളി .co.in ലക്ഷ്യമാണ് കേരളത്തിലെ മേജർ ഇ-കൊമേഴ്സ് കമ്പനി കട. ബട്ട് ഇവർക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് അഫിലിയേറ്റ് സ്റ്റോർ. ഇവരെന്തുകൊണ്ട് ഹൈടെക് ആയിട്ട് ഡെവലപ്പ് ചെയ്യില്ല? എപ്പോഴും നമ്മൾ പണം ഉണ്ടാക്കണം, നമ്മൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം
കാര്യമുണ്ട്. മറ്റുള്ളവന് കൂടെ പണം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥ ക്രോഡ്പതിയായിട്ട് നമ്മൾ മാറുക. നമ്മൾക്ക് വേണ്ടി മാത്രം നമ്മൾക്ക് പൈസ ഉണ്ടാക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് പോസിബിളായിട്ട് നമ്മൾ രക്ഷപ്പെടില്ല. കാരണം എപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവന് കാശ് കിട്ടുന്ന ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവന് പൈസ കിട്ടുമ്പോൾ അവൻ വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മൾക്കും വരുമാനം കിട്ടും. അപ്പോൾ ആ ഒരു ചിന്താഗതി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അഫിലിയേറ്റ് പ്രോഗ്രാം മസ്റ്റാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ സംതിങ് കമ്മീഷൻ കൊടുക്കാനുണ്ട്. അഫിലിയേറ്റ് പ്രോഗ്രാം മസ്റ്റാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ മെജോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണം. ഇനി അടുത്തത് അഫിലിയേറ്റ് പ്രോഡക്റ്റ് വേണം, അതുകൊണ്ട് മാർക്കറ്റ് പ്ലേസ് വേണം, അഫിലിയേറ്റ് പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്ത് തുടങ്ങാം. ഇനി നിങ്ങൾക്ക് മെജോറിറ്റി ആയിട്ട് 9 കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിൽ വേണ്ട കുറച്ച് ഐറ്റംസാണ്. ഒന്ന്, നല്ലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണം. സ്മാർട്ട് ഫോൺ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് വേണം. ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് വേണം. ഇനി ഇതിൽ ഈ 2 സാധനങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഓൺലൈൻ ബാങ്കാണ്. ഏതെങ്കിലും ഒരു ഓൺലൈൻ ബാങ്ക് ഓപ്ഷൻ. ഓൺലൈൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഓൺലൈൻ ബാങ്കിങ് സംവിധാനം നിങ്ങൾക്ക് മസ്റ്റാണ്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടൊരു ഇ-കോമേഴ്സ് കമ്പനി നിങ്ങൾക്ക് തുടങ്ങാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉള്ളതാണ്. എനിവേ, ഈ ഒരു പാർട്ടിൽ ഈ ഒരു സോഫ്റ്റ്വെയർ, ഇ-കോമേഴ്സ് സോഫ്റ്റ്വെയർ എന്നൊരു സെക്ഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഇ-കോമേഴ്സ് ഒറ്റയടിക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല, ഒരുപാട് സാധനങ്ങൾ കിട്ടണമെന്നില്ല. ആ സമയത്ത് ഇവിടുത്തെ ഇ-കോമേഴ്സ് സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ചെയ്യുന്ന ഇ-കോമേഴ്സ് സോഫ്റ്റ്വെയർ എപ്പോഴും അഫിലിയേറ്റ് പോർട്ടലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വേണം. ഓക്കെ, അഫിലിയേറ്റ് പോർട്ടൽ നിങ്ങൾക്കറിയാം. അഫിലിയേറ്റ് പോർട്ടൽ മീൻസ് അതായത് മറ്റുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പ്ക്ലൂസ്, സ്നാപ്ഡോൾ പോലുള്ള ഇ-കോമേഴ്സ് കമ്പനികളുടെ അഫിലിയേറ്റ് ലിങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ലിങ്ക് നമ്മുടെ സൈറ്റിൽ കണക്ട് ചെയ്ത് നമ്മൾക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ അഫിലിയേറ്റ് പോർട്ടൽ സപ്പോർട്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അഫിലിയേറ്റ് പോർട്ടൽ സപ്പോർട്ട് ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്ലോഗിംഗ് സിസ്റ്റം കൂടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. ബ്ലോഗിംഗ്, അതായത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ബ്ലോഗിംഗ് മീൻസ് ഞാൻ അപ്ഡേറ്റ്സ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ സോഫ്റ്റ്വെയറിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് മെജോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇ-കോമേഴ്സ് തുടങ്ങാം. ഒരു ഇ-കോമേഴ്സ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാം. ഇപ്പോൾ കണ്ണൂരുള്ള ജയേഷ് എന്ന് പറയുന്ന ആൾ, ഞാൻ പുള്ളിയെ റൂട്ട് സെറ്റിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് പുള്ളിയെ കണ്ടുമുട്ടിയത്. പുള്ളിക്ക് സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഓൾറെഡി പുള്ളിയുടെ കയ്യിലുണ്ട്. ദെൻ ഞാൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഹൈജീനിക് ആയിട്ടുള്ള വ്യക്തികളും ഒരുപാട് ലക്ഷങ്ങളും കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങി അവരുടെ ഡിജിറ്റലായിട്ട് മാറുന്നില്ല? അതാണ് അവരുടെ ഒരു മിസ്റ്റേക്ക്. എന്തുകൊണ്ട് ഇതുപോലെയുള്ള വ്യക്തികൾ ഇ-കോമേഴ്സ് ഇൻഡസ്ട്രിയിൽ വരുന്നില്ല? ഇ-കോമേഴ്സ് എന്നത് ഫ്ലിപ്കാർട്ട്, ആമസോണും, ഷോപ്പ്ക്ലൂസും, സ്നാപ്ഡോളൊക്കെ ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ വീട്ടിലും ഇ-കോമേഴ്സ് ഉണ്ടാവണം. നിങ്ങളും ഇ-കോമേഴ്സിലൂടെ സംതിങ് ഏണിങ്സ് ഉണ്ടാക്കണം. ആൾക്കാരിവിടെ ബയേഴ്സ് ഒരുപാടുണ്ട്, വാങ്ങിക്കാൻ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ദെൻ വൈ നോട്ട്? നിങ്ങൾക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇ-കോമേഴ്സ്. സിമ്പിളാണ്, ഒരു പ്രോബ്ലമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് വിറ്റ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള നൂതന സംവിധാനമാണ് ഇ-കോമേഴ്സ് എന്നുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിൽ ആർക്കും സാധ്യകരമാവുന്ന രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. എനിവേ, ഇ-കോമേഴ്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിൽ പോകുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വീഡിയോ കാണാം. ഇനി ഇത്രയും കാര്യങ്ങളിലെ ഈ വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫ്രണ്ട്ലി ഡിസൈൻ, ബ്രാൻഡ് നെയിം, അൺലിമിറ്റഡ് ഹോസ്റ്റിംഗ്, SSL സർട്ടിഫിക്കറ്റ്, ഇ-കോമേഴ്സ് സോഫ്റ്റ്വെയർ, പേയ്മെൻറ്റ് ഗേറ്റ്വേ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ASPIRE-B സോഫ്റ്റ്വെയർ ലാബ്, അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ASPIRE-B സോഫ്റ്റ്വെയർ ലാബ് ഈടാക്കുന്ന ചാർജ് ₹15,000 ആണ്. ബേസിക് പോർട്ടലാണ് 15,000. ഈ 15,000 റുപ്പീസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ സൈറ്റിൽ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം, അതിനുള്ള SSL സർട്ടിഫിക്കറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാണ്. ഓക്കെ, എനിവേ, സൈറ്റിലേക്ക് ഈ 15,000 രൂപയുടെ കോട്ടിൽ ചെയ്തിട്ടുള്ള ബേസിക് ഇ-കോമേഴ്സിലേക്ക് ഡയറക്റ്റ് പോവാണ്.
ഇ കോമേഴ്സ് സൈറ്റിൽ നമ്മൾ ഒരു സൈറ്റ് തുടങ്ങുമ്പോൾ വെറുതെ അതിനെ ബാഡായിട്ട് ഒരുപാട് അപ്ഡേറ്റ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ റാഷായ രീതിയിൽ ഒരുപാട് ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒരിക്കലാക്കരുത്. നമ്മളെപ്പോഴും ഫാസ്റ്റ്ലി ആയിരിക്കണം. പ്രോഡക്റ്റ് നമ്മുടെ മെയിനായിട്ടുള്ള തിങ്ക് ടു മേക്ക് മണി, അതാണ്. നമ്മൾ വെറുതെ ഒരു 4-5 ഇമേജ് കാണിച്ചിട്ട് അവരെ രസിപ്പിക്കാനാണ്. നമ്മളെപ്പോഴും നമ്മുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റിനായിരിക്കണം നമ്മുടെ ഹോൾഡിങ്. ഓക്കെ, എനിവേ ഞാൻ സൈറ്റിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ സൈറ്റ്. വെബ്സൈറ്റിൽ പോവാണ്. ഇതാണ് ജയ് കളക്ഷൻസ് എന്ന് പേരുള്ള ഒരു വെബ് പോർട്ടലാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതാണ് നമ്മുടെ ഓണറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺടാക്റ്റസ് എടുത്തു കഴിഞ്ഞാൽ കോൺടാക്റ്റസ് കണക്ട് ചെയ്യും. ഇതിനകത്ത് ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുക. ജയ് കളക്ഷൻസ് ആണ്. ജയ് കളക്ഷൻസ് SM ടവർ 2nd ഫ്ലോർ കൊല്ലത്തുള്ള ജയ് കളക്ഷൻസ് ആണിത്. അവരുടെ അപ്ഡേഷൻസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ASP.BY ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൈറ്റാണ്. ഓക്കെ, എനിവേ ഈ കോമേഴ്സ് പോർട്ടലിൽ എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ കാറ്റഗറീസ്. ഓൾ കാറ്റഗറീസ്: ക്ലോത്തിങ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ജ്വൽ സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വിളിക്കുക ആവശ്യമുള്ളത്. അതൊക്കെയുണ്ട്. ദെൻ ഇവിടെ ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര പൈസയാണ്, ഇപ്പോൾ 0 to 90 രൂപ വരെ ഉള്ളത്, അങ്ങനെ ഓരോന്നും പ്രൈസ് ഫിൽറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ ഇവിടെ പ്രൈസ് ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോ ടു ഹൈ ഉണ്ട്. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഫിൽറ്റർ ചെയ്യാനുണ്ട്. ഫിൽറ്റർ ബോക്സ്, ഫിൽറ്റർ ഐക്കൺ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ ഓൾ ഓപ്ഷനിലേക്ക് വന്നു. ഇതിന് ശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരുപാട് ബ്ലാങ്ക് ഇമേജസാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലാങ്ക് ഇമേജസിന് പകരം ഒറിജിനലായിട്ടുള്ള ഓരോ പ്രോഡക്റ്റുകൾ ജസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾക്ക് ഒരു മെമ്പർക്ക് എന്നിട്ട് ഒരു മെമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ബ്ലോഗ് പോർട്ടലാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇടാനുള്ള സംവിധാനമാണ്. ഇവിടെ നമ്മൾക്ക് ഓരോ ദിവസവും ഓരോരോ നൂതന അപ്ഡേറ്റ്സ് നമ്മൾക്ക് ഇടാം. ഇന്ന സാധനം ഇന്ന് ഓഫറാണ് എന്നിട്ട് അപ്ഡേറ്റ് ഇട്ടതിന് ശേഷം നമ്മൾക്കിത് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഫേസ്ബുക്കിലേക്കോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റീഡ് മോർ അടിച്ച് ഇതിൻ്റെ ലിങ്ക് നമ്മൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്കിത് ഈ പർട്ടിക്കുലർ ലിങ്ക് നമ്മൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. എല്ലാ ഫംഗ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾ ഇന്നത്തെ ഓഫർ ഇത്ര പൈസയ്ക്ക് ഇന്ന സാധനം കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരേ സമയം ബ്ലോഗ് പോർട്ടലായിട്ടും ഇതിനെ യൂസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ആഡ്സൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡിൽ ആഡ്സൻസ് കണക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എനിവേ ഇതൊരു ഇ കോമേഴ്സ് പോർട്ടലാണ്. ഇ കോമേഴ്സിൻ്റെ ഡീറ്റെയിലേക്ക് പോവാണ്. ഇവിടെ ഇ കോമേഴ്സിൽ നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പോകണം. ഇതിൻ്റെ നോർമലി ഇ കോമേഴ്സിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം. മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൈ അക്കൗണ്ടിൽ കയറി കസ്റ്റമേഴ്സിന് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈ അക്കൗണ്ടിൽ കയറുക, രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി അഡ്മിൻ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അഡ്മിൻ ആയതുകൊണ്ടാണ് ലോഗിൻ കാണിക്കാതെ. കാരണം ഇവിടെ അഡ്മിൻ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ ബാക്ക് പോവാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് അഡ്മിൻ സൈൻ ഔട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഓക്കെ, എനിവേ അഡ്മിനിലേക്ക് പോവാണ്. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്, അഡ്മിൻ്റെ ഡാഷ്ബോർഡാണ്. അഡ്മിൻ്റെ ഡാഷ്ബോർഡിനകത്ത് ഇത് ആൾക്കാർ ഇവിടെ കമൻറ്റ് ചെയ്യുന്നത്. ദെൻ ആൾക്കാർ ഫേമസ് ആയിട്ട് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ഇടാൻ പറ്റുമല്ലോ ബ്ലോഗിൽ പോസ്റ്റുകൾ. ആ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ പോസ്റ്റിംഗ് എന്നൊരു ഏരിയയിൽ. നമ്മൾക്കിവിടെ പുതിയതായിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഞാൻ ആ പോസ്റ്റുകൾ എടുക്കുകയാണ്. ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം, കുറേ പോസ്റ്റുകൾ കാണാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ സൈഡിൽ റീസെൻറ്റ് പോസ്റ്റ്, റീസെൻറ്റ് കമൻറ്റ്സ്, കാറ്റഗറീസ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, എനിവേ എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത് മൂവ് ടു ട്രാഷ്, അപ്ലൈ കൊടുക്കുകയാണ്. ഞാൻ ട്രാഷിലേക്ക് ട്രാഷ് ചെയ്യാണ്. ഓക്കെ, എല്ലാം ട്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നോക്കിക്കോളൂ. ഇതിന് SSL സർട്ടിഫിക്കറ്റ് ഇവിടെ ഇൻബിൽഡ് ആണ്. HTTPS-ലാണ് വർക്ക് ചെയ്യുന്നത്. ഫുള്ളി സെക്യൂർഡാണ്. ഓക്കെ, എല്ലാം ട്രാഷ് ചെയ്ത് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇനി കാറ്റഗറീസ്, ഓരോ ഡെയിലിയുള്ള അപ്ഡേറ്റ്സുകൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ വേണമെങ്കിൽ കാറ്റഗറീസ്, ഈ കാറ്റഗറീസിൽ നമ്മൾ ഓരോരോ കാറ്റഗറീസ് നമ്മൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള കാറ്റഗറീസ്. ജസ്റ്റ് നമ്മൾ ഈ കാറ്റഗറി ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. പുതിയൊരു കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഒരു പുതിയ കാറ്റഗറി ആഡ് ചെയ്യാം. ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പുതിയ കാറ്റഗറി, അങ്ങനെ ഒരുപാട് കാറ്റഗറി ആഡ് ചെയ്യാം. എനിവേ ഞാനിവിടെ ഒരു പുതിയ കാറ്റഗറി ആഡ് ചെയ്യാണ്. ഓഫർ
ഇത് ആഡ് ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെ ഓഫേഴ്സ് സ്മോൾ ലെറ്ററിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ആഡായിക്കൊണ്ടിരിക്കുകയാണ്. മെനു ആഡായി ഓഫേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ പോസ്റ്റ് ആഡ് ന്യൂ പോസ്റ്റ്, പുതിയൊരു പോസ്റ്റ് ചെയ്യാൻ പോകണം. പുതിയൊരു പോസ്റ്റ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. പോസ്റ്റ് ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഒരു പോസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോസ്റ്റിൻ്റെ നെയിം എന്താണ് ഓഫർ കൊടുക്കാൻ, സ്മാർട്ട് വാച്ച് at rupees 799 ഓൺലി ഇതാണ്. ഓക്കെ, യൂസ് കൂപ്പൺ കോഡ് സ്മാർട്ട് 779 to get smartwatch at rupees 779. Its MRP rupees, maximum retail price 1000. ഇങ്ങനെ ഇടുകയാണ്. ജസ്റ്റ് ഇതിന് വേണമെങ്കിൽ താഴെ മീഡിയയിൽ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാം. പുതിയ ഇമേജസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് മീഡിയ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇമേജസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇമേജസ് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇവിടെ പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾക്ക് ഇമേജസ് ഇവിടെ കോഡിങ് ലിങ്കുകൾ അതൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ ആഡ് മീഡിയ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാം, എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൂടുതലായിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകുന്നില്ല, കാരണം ഒരുപാട് ദീർഘിക്കും സമയം, അതുകൊണ്ടാണ്. എനിവേ ഞാനിവിടെ ബ്ലോഗ് എന്നൊരു സെക്ഷൻ കണ്ട, ഈ ബ്ലോഗ് എന്നുള്ള സെക്ഷൻ ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി റീഫ്രഷ് ചെയ്യാണ്. ഇമേജ് ഞാൻ ഒക്കെ എടുത്തു കളഞ്ഞു, എല്ലാ പോസ്റ്റുകളും എടുത്തു കളഞ്ഞു. ബ്ലോഗ് അപ്ഡേറ്റ് ആയി. കണ്ടോ, ഇവിടെ സ്മാർട്ട് വാച്ച് at 799 ഓൺലി. കണ്ടോ, അഡ്മിൻ പോസ്റ്റഡ്. ഇവിടെ കമൻറ്റ് ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കാറ്റഗറീസ് ഒക്കെ ആയിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് 799 ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നോർമലിയിലെ സിസ്റ്റം. ഇവിടെ ഓഫേഴ്സിൽ ഈ കാറ്റഗറി ആഡ് ചെയ്യണം. ഓക്കെ, സംതിങ് ആ ഓഫേഴ്സിൽ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഓഫേഴ്സിനകത്ത് വരാത്തത്, ഇവിടെ ഓഫേഴ്സ് വരാത്തത്. ഓഫേഴ്സ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യണം. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ വർക്ക് ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ ഓഫേഴ്സ് കണ്ടോ, ഓഫേഴ്സ് വന്നിട്ടുണ്ട്, കാറ്റഗറി കയറിയിട്ടുണ്ട്. റീസെൻ്റ് പോസ്റ്റ് കണ്ടോ, റീസെൻ്റ് ആയിട്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ സ്മാർട്ട് വാച്ച് 799 ഓൺലി എന്ന് നമ്മൾ ഇട്ടത് നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കാം, ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓഫറാണ്, ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് എൻ്റെ ഷോപ്പിംഗ് കാർട്ട് വഴി പർച്ചേസ് ചെയ്തോളൂ. ഓക്കെ, എനിവേ നമ്മൾ ആ ഒരു സെക്ഷൻ നമ്മൾ കണ്ടു. അപ്ഡേറ്റ്സ്, ഡെയിലി അപ്ഡേറ്റ്സ് ഇടാനുള്ള ബ്ലോഗ് പോർട്ടൽ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് പോസ്റ്റ് സെക്ഷൻ. ഇനി പേജ് സെക്ഷനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേജസ്, ഇപ്പോൾ ഉദാഹരണമുള്ള ഈ പറയുന്ന കോണ്ടാക്റ്റസ്, അതുപോലെ തന്നെ ഈ എബോട്ടസ് എന്നുള്ള പേജ്. ഇപ്പോൾ കോണ്ടാക്റ്റസ് മാത്രമേ ഉള്ളൂ ഇവിടെ, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇത് മാത്രമേ ആവശ്യമുള്ളൂ. എബോട്ടസ് വേണമെങ്കിൽ എബോട്ടസ് ഇവിടെ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ ഉണ്ട് അതിന്. ഇവിടെ വേണമെങ്കിൽ പുതിയൊരു ന്യൂ പേജ് ആഡ് ചെയ്യാം. ഇത് കോണ്ടാക്റ്റസിൻ്റെ പേജാണ്. ഈ പേജ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് വരും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എനിവേ കമൻറ്റ്, ആൾക്കാർ എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് സെക്ഷൻ ഉണ്ട്. കോണ്ടാക്റ്റ് ഫോം ഉണ്ട്, കോണ്ടാക്റ്റ് ഫോമിലുണ്ട്, ഇവിടെയുണ്ട്. ഇനി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വൂക്കോമേഴ്സ് ഇവിടെയുണ്ട്. ഇനി നമ്മൾ പ്രോഡക്റ്റ് സെക്ഷനിലേക്ക് പോകണം. പ്രോഡക്റ്റ് സെക്ഷനിൽ കാറ്റഗറീസ്, ഒരുപാട് കാറ്റഗറീസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാറ്റഗറീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് സെക്ഷൻ ബട്ടൺ ഉണ്ട്. കാറ്റഗറീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണ്ട അത്രയും കാറ്റഗറീസ് ആഡ് ചെയ്യാം. കണ്ടോ, ഞാനിവിടെ ആഡ് ചെയ്ത കാറ്റഗറീസാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഓരോ കാറ്റഗറീസ് ആഡ് ചെയ്യാം. നേരത്തെ ആഡ് ചെയ്തതുപോലെ തന്നെ ഇവിടെ കാറ്റഗറി ആഡ് ചെയ്യാം. പേര്, കാറ്റഗറി സ്മോൾ ലെറ്ററിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ എല്ലാം കൂടി ഇതുപോലെയുള്ള നല്ല ലെറ്ററിൽ തന്നെ കൊടുക്കുക. ഫസ്റ്റ് ക്യാപിറ്റലും പിന്നെ സ്മോളൊക്കെ ആയിട്ട് കൊടുക്കുക. ഇവിടെ ഫുൾ സ്മോളിൽ തന്നെ കൊടുക്കണം. ഓക്കെ, ഇത് URL ആണ്, URL കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ URL. ഓക്കെ,
എനിവേ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് പ്രോഡക്റ്റ്സ് കണ്ടോ, ആഡ് പ്രോഡക്റ്റ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ഫംഗ്ഷനിലും ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒരു പ്രോഡക്റ്റ് പുതിയത് ആഡ് ചെയ്യാണ്, എന്നിട്ട് അത് മറ്റുള്ള പ്രോഡക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ. ഓക്കെ, ഇവിടെ ഇമേജ് ഞാൻ കൊടുക്കാനുള്ള ഇമേജ് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ വേണമെങ്കിൽ സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് OS ഇടുകയാണ്. സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് OS. ഓക്കെ, ഹോം അപ്ലയൻസസിൽ കയറ്റാണ്. ഹോം അപ്ലയൻസസ് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഇമേജസ് കാണണമെങ്കിൽ ഇതിനകത്ത് ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ് സെറ്റ് പ്രോഡക്റ്റ് ഇമേജ് ബട്ടൺ ഉണ്ട്. ഇവിടെ ഇമേജ് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ പ്രൈസ്, നമ്മൾ ഇത് വിർച്വൽ പ്രോഡക്റ്റാണോ ഡൗൺലോഡബിൾ പ്രോഡക്റ്റ്? വിർച്വലും ഡൗൺലോഡബിൾ പ്രോഡക്റ്റ് അല്ല. റെഗുലർ പ്രൈസ് 1500 രൂപയാണ്. ഓക്കെ, നമ്മൾ 1500 രൂപയാണ്. നമ്മൾ സെയിൽ പ്രൈസ് 799 രൂപയാണ്. ഓക്കെ, ടാക്സബിൾ ആണോ? ടാക്സബിൾ ആണ്. ഷിപ്പിംഗ് ഓൺലി. ഓക്കെ, ഷിപ്പിംഗ് ഓൺലി. ടാക്സ് ക്ലാസ് റെഡ്യൂസ് ദ റേറ്റ്, 0 റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ ഇടുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് മാറ്റാം ടാക്സ് കാര്യം. ഇതിൻ്റെ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇടുക. SKU 1 ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഓരോ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവും. സോൾഡ് ഇൻഡിവിജ്വലി, ഇനേബിൾ ഇറ്റ്സ് ഓൺലി അലോ ഓൺ ഐറ്റം. ഒരു ഐറ്റം മാത്രം മതിയെങ്കിൽ ഒരു ഐറ്റം മാത്രമായിട്ട് ഇടാം. ഷിപ്പിംഗ് എങ്ങനെയാണ് ഷിപ്പ് ചെയ്യുന്നത്, വെയിറ്റ് എത്രയുണ്ട്, ഷിപ്പിംഗ് ക്ലാസ് അതൊക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. ലിങ്ക്ഡ് പ്രോഡക്റ്റ്, വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ലിങ്ക് ചെയ്തതുമായിട്ട്, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും ഇവിടെ ഉണ്ട്. അതൊക്കെ മെനു ഓർഡർ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്രൈസ് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് പ്രോഡക്റ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് ആൻഡ്രോയിഡ് this is smartwatch coming from smartwatch based on Android Jelly Bean OS. camera MP3 പ്ലെയർ. ഇങ്ങനെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ജസ്റ്റ് ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഡുവൽ സിം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞ് ഇതൊക്കെ ജസ്റ്റ് വിടുക. ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. കാറ്റഗറി ആഡ് ചെയ്താൽ കാറ്റഗറി എന്ന് വെച്ചാൽ കാറ്റഗറി ആഡ് ചെയ്യാം. പ്രോഡക്റ്റിൻ്റെ ടാഗ്സ് ഉണ്ടെങ്കിൽ ഇമേജ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒരു ഇമേജ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇമേജ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ പബ്ലിഷ് ചെയ്യാണ്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈറ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സൈറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റിനകത്ത് നോക്കാം ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇമേജ് ഇല്ല, ബട്ട് കണ്ട ഇമേജ് ആഡ് ചെയ്തതുകൊണ്ട് ഇമേജ് വന്നില്ല. ഇമേജിൻ്റെ ബ്ലാങ്ക് ആയിട്ട് വന്നു. ഇവിടെ സെയിൽ എന്നൊരു സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. മനസ്സിലായി? ആഡ് ടു കാർട്ട്, സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് ഇങ്ങനെയാണ് വരിക. ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഡിലീറ്റ് ചെയ്ത്. സെയിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഓഫറാണ്, ഓഫറിൽ സെയിലാണെന്ന്. അപ്പം കണ്ട 1500 രൂപയിൽ 790. ഓട്ടോമാറ്റിക് ഇത് നമ്മൾക്ക് ഇങ്ങനെ വരികയാണ്. ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും ഒരേ ഇമേജ് അതേ സൈസ് ആയതുകൊണ്ട് അങ്ങനെ വന്നത്. എനിവേ ഞാൻ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പ്രോഡക്റ്റ് ഇതിന് താഴെ ഓട്ടോമാറ്റിക്കായി വരും. ഓരോ സെക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഹോം അപ്ലയൻസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഹോം അപ്ലയൻസൻസിലുള്ള പ്രോഡക്റ്റ് മാത്രം വർക്ക് ചെയ്യും. ഇവിടെ ഇത് ഹോം അപ്ലയൻസൻസിലുള്ള പ്രോഡക്റ്റ് കണ്ടോ, ഇതും ഹോം അപ്ലയൻസൻസിലുള്ള പ്രോഡക്റ്റാണ്, അതുകൊണ്ട് എല്ലാം കൂടെ വർക്ക് ചെയ്തു. ഓക്കെ, എനിവേ ഞാൻ മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമുക്ക് പ്രോഡക്ട്സിൽ മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇതുണ്ടോ, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്, ഇൻ സ്റ്റോക്കാണ്. അപ്പോൾ ഈ എല്ലാ പ്രോഡക്റ്റുകളും ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒഴികെ, ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും മൂവ് ടു ട്രാഷിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, എല്ലാം ട്രാഷിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. എനിവേ നമ്മൾ ഒന്നുകൂടെ സൈറ്റ് റീഫ്രഷ് ചെയ്യണം. സൈറ്റ് റീഫ്രഷ് ചെയ്തു. സൈറ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾക്ക് ഇവിടെ ഒരു പ്രോഡക്റ്റ് മാത്രം കാണിക്കും കണ്ടോ. ഓക്കെ, ഇനി ജെ കളക്ഷൻസ് നമ്മൾ സിമ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ സൈറ്റിനകത്ത് ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ മെനു ഒക്കെ ഉണ്ട്. സിമ്പിളായി പോയി കഴിഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് ഓയിസ് ഇത് മാത്രം കാണിക്കും. ഇവിടെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഞാൻ പറഞ്ഞില്ല ഇവിടെ ആ സെക്ഷനിൽ ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് വരും. ഇനി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു, സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് ഓയിസ് ക്ലിക്ക് ചെയ്തു, ഇഷ്ടപ്പെട്ടു, ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഇവിടെ ഇമേജ് ഉണ്ടാവും, കാർട്ടിലേക്ക് ഇവിടെ സൂം ചെയ്യാൻ പറ്റും. ഇത് തന്നെ വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്പർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എമൗണ്ട് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാർട്ട് ചെയ്ത് പോകാം. എനിവേ ഞാൻ അഡ്മിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇത് കാറ്റഗറീസിന് ടാഗുകളുണ്ട്. ടാഗ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സൈറ്റ്, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ, അങ്ങനെ ടാഗുകൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വോകോമേഴ്സിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു തരാണ്. വോകോമേഴ്സ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വോകോമേഴ്സിനെ കുറിച്ച് ജസ്റ്റ് പറയുകയാണ്. വോകോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ. ഓക്കെ, എനിവേ വോകോമേഴ്സ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇത് നമ്മൾ വർക്ക് ചെയ്യുക എന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് പാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഫങ്ഷൻസൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഏതൊക്കെയാണ് ഗേറ്റ് വേ, പേയ്മെൻറ്റ് ഗേറ്റ് വേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഏതാണ്ടോ അക്കൗണ്ട്സ് സെക്ഷൻ, അതുപോലെ തന്നെ ഷിപ്പിംഗ്, ചെക്കൗട്ട് സെക്ഷനിൽ കണ്ടോ. ചെക്കൗട്ട് സെക്ഷനിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരുപാട് ജനറൽ പ്രോഡക്റ്റ്സ്, ടാക്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ മാനേജ് ചെയ്യാം. ചെക്കൗട്ട് സെക്ഷനിൽ കയറിയാൽ കൂപ്പൺ ഇനേബിൾ ചെയ്യണോ, ആൾക്കാർ കൂപ്പൺ അടിച്ച് കയറണം, ഓക്കെ വേണം. ഇനേബിൾ ഗസ്റ്റ് ചെക്കൗട്ട്, ഓക്കെ. ഇനി SSL സർട്ടിഫിക്കറ്റ് റിക്വയർഡ് എന്നുണ്ടോ, ഫോഴ്സ് SSL HTTP ചെക്കൗട്ട് പേജ്, ഓക്കെ. HTTPS ഇല്ലെങ്കിൽ ചെക്കൗട്ട് നടക്കില്ല. ഓക്കെ, ഇത് HTTPS കാരണം SSL ചെക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യും. ഇവിടെ S കൊടുത്തു. അത് കഴിഞ്ഞ് കാർട്ടാണ് ചെക്കൗട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. പേയ്മെൻറ്റ് മെത്തേഡ്സ് ചോദിക്കുകയാണ്. പേപ്പാൾ, ക്യാഷ് ഓൺ ഡെലിവറി, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, ഇത്രയാണുള്ളത്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമ്മളുണ്ട്. ശരിക്കും പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്. പേയ്മെൻറ്റ് നമ്മൾ ഈ പാക്കേജിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പേയ്മണിയുടെ പേയ്മണിയിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേയ്മണിയും CC Avenue ഒക്കെയാണ് ഞങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പേയ്മണി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക 2 ദിവസം കൊണ്ട് പേയ്മെൻറ്റ്, നിങ്ങൾക്ക് കളക്ട് ചെയ്യുന്ന പേയ്മെൻറ്റ് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും പേയ്മണിയിൽ അക്കൗണ്ട് ആക്കുക. paymoni.com കയറിയിട്ട് അക്കൗണ്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗേറ്റ് വേ സപ്പോർട്ട് നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ, അതിൻ്റെ മെർച്ചൻറ്റ് കീ, സാൾട്ട് കീ എന്ന് പറഞ്ഞാൽ 2 കീ ഉണ്ട്. ആ കീ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. പിന്നെ ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ CC Avenue ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CC Avenueൻ്റെ ഗേറ്റ് വേ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും. ഈ 2 മെജോറിറ്റി ആയിട്ടുള്ള ഗേറ്റ് വേ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, പേയ്മണിയും CC Avenue. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ CC Avenue ആണ്. പക്ഷേ 8 ദിവസം കഴിഞ്ഞേ നിങ്ങളുടെ പേയ്മെൻറ്റ് തിരിച്ചു തരുള്ളൂ. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പേയ്മണി എന്ന് പറഞ്ഞാൽ ഇന്ന് പേയ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് കിട്ടും. 2 പേരും ഫ്രീ ആണ്. ഇവർ 25 എങ്ങാനും വാങ്ങിക്കുന്നുണ്ട് CC Avenue. ദെൻ പേയ്മണി സംതിങ് ചെറിയൊരു എമൗണ്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ. എമൗണ്ട് വാങ്ങിക്കില്ല, 3% മറ്റോ കട്ട് ചെയ്യും ട്രാൻസാക്ഷൻ. ഓക്കെ, എനിവേ ഇവിടെ ബാങ്ക് ട്രാൻസ്ഫറൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്. ചെക്കൗട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, ബാങ്ക് ട്രാൻസ്ഫർ കാര്യങ്ങൾ കണ്ടു. ആദ്യം ഇനി ജനറലിലേക്ക് പോവാണ്. ജസ്റ്റ് ജനറൽ മുതൽ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ജനറൽ മുതൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുക. ഇത് വോകോമേഴ്സ് സിസ്റ്റം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ലൊക്കേഷൻ കാര്യം കൊടുക്കുക, ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അതുപോലെ ജിയോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ, ജിയോ മാപ്പ്, നമ്മുടെ സ്റ്റോറ് ഒക്കെ കാര്യം, സ്റ്റോറിന് നോട്ടീസ്, കറൻസി, ഏത് കറൻസിയാണ്, അതൊക്കെയാണ് ഈ സെക്ഷനിലുണ്ട് ജനറൽ. ഇനി പ്രോഡക്റ്റ് എന്ന സെക്ഷനിനകത്തുള്ളത് ഇത്രയും സെക്ഷനാണ് ഇതിനകത്തുള്ളത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ സാധനമാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി ഡിസ്പ്ലേ, ഇൻവെൻട്രി, ഡൗൺലോഡബിൾ പ്രോഡക്ട്സും ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടാക്സ് വന്നു കഴിഞ്ഞാൽ മാത്രം വലിയ ബിഗ്ഗസ്റ്റ് പ്ലെയർ ആണെങ്കിൽ ടാക്സിൻ്റെ കാര്യം കൂടി മാത്രം ആഡ് ചെയ്തിട്ടാൽ മതി. ഇത്രയാണ് ടാക്സ്. നിങ്ങൾ ഇൻക്ലൂസീവ് ആണോ അതോ ആഫ്റ്റർ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ടാക്സ്? കണ്ടോ, എക്സ്ക്ലൂഡിങ് ടാക്സ് ഓർ ഇൻക്ലൂഡിങ് ടാക്സ് അങ്ങനെയല്ലേ. അപ്പോൾ ടാക്സ് അതിൻ്റെ മെത്തേഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, റൗണ്ടിങ് ടാക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ എങ്ങനെയാണോ ഉണ്ടെങ്കിൽ മാത്രം, ചെറിയ 1-2 പ്രോഡക്റ്റുകൾ, ഒരു 10-20 പ്രോഡക്റ്റുകൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എനിവേ അത് കഴിഞ്ഞ് ഷിപ്പിംഗ് സോൺ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബേസിക്കലി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദെൻ ചെക്കൗട്ട് ഞാൻ ഓൾറെഡി കാണിച്ചു. ഇനി അക്കൗണ്ട്സ് എന്നൊരു സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്,
നിങ്ങളുടെ ആൾക്കാരുടെ പേജാണ് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ്. അവിടെ എന്തൊക്കെ ഫംഗ്ഷൻ വേണം, ഡൗൺലോഡ്സ് ഒക്കെ ഫംഗ്ഷൻ എന്തൊക്കെ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ആ ഫംഗ്ഷനൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇമെയിൽസ് എന്നുള്ളൊരു സെക്ഷനാണ്. ഇമെയിൽസ് എന്നുള്ള ഒരു സെക്ഷനിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തിനൊക്കെയാണ് ഇമെയിൽ അയക്കേണ്ടത്. ഇതൊക്കെ ഇമെയിൽ അയക്കും. റീസെറ്റ്, ഇൻവോയ്സ്, ഇതിനൊക്കെ ഇമെയിൽ അയക്കും, ഓട്ടോമാറ്റിക് ഇമെയിൽ അയക്കും. കണ്ടോ, സൈറ്റ് ഡയറക്റ്റ് ഇമെയിൽ അയക്കാനുള്ള സംവിധാനമാണ്. ഓട്ടോമാറ്റിക് ഇമെയിൽ പോവും. അത് കഴിഞ്ഞ് API എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ API ആണ് അവർക്ക് കൊടുക്കേണ്ടത്. REST API, ഇനേബിൾഡ് REST API ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവിടെ കീ ആപ്സ് കണ്ടോ, വെബ് ഹുക്സ് ഒക്കെ കണ്ടില്ലേ, വെബിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. വെബ് ഹുക്ക് എന്ന വെബിന് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ആഡ് കീ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഒക്കെ സെറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ. പിന്നീട് ഡെവലപ്മെൻറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇതിനെ കൂടുതലായിട്ട് അഡ്വാൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബേസിക് പോർട്ടൽ കൂടെയാണ്, പക്ഷേ എല്ലാ ഫംഗ്ഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എനിവേ ഞാൻ അഡ്മിൻ സൈൻ ഔട്ട് ചെയ്യാണ്, ലോഗൗട്ട് ചെയ്തു. ഇനി അടുത്ത ഞാൻ സെക്ഷനിൽ പോകുന്നത് ഇവിടുന്ന് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് പർച്ചേസ് നടത്തുക എന്നതാണ്. അപ്പോൾ ജെ കളക്ഷൻ സൈറ്റിൽ ഒരാൾ കയറി, ഒരു ജെ കളക്ഷനിൽ കയറി കഴിഞ്ഞു. പിന്നീട് ജെ കളക്ഷനിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സൈറ്റിലെത്തി. ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കണ്ടു, ഇത്ര പൈസക്കാണ്. ഇനി ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രോഡക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ അവിടെ താഴെ ആഡ് ടു കാർട്ട് തന്നെ കൊടുക്കാം. then ഇവിടുന്ന് ഞാൻ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഇമേജൊക്കെ നോക്കി വേണമെങ്കിൽ ഇമേജ് സൂം ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടതൊക്കെ സൂം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യണം. കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു കാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്തിടുകയാണ്. ഓക്കെ, ഇനി കാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴെ കാണിക്കുന്നുണ്ട് വ്യൂ കാർട്ട്. ഓക്കെ, വ്യൂ കാർട്ട് ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ അവിടെ ഈ കാർട്ടിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, വ്യൂ കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്തത്, അതുകൊണ്ട് കൂപ്പൺ ആഡ് ചെയ്തില്ല. അതുകൊണ്ട് കൂപ്പൺ കോഡില്ല, ഡയറക്റ്റ് ഇവിടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു ചെക്കൗട്ട് ആഡ് ചെയ്തു. ചെക്കൗട്ട് ചെയ്യാണ്, പ്രൊസീഡ് ടു ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യാണ്. ഈ ഒരു ഫംഗ്ഷൻ അഡീഷണൽ ആയിട്ട് ഇവിടെ വന്നതാണ്. ഇത് നമ്മൾ എടുത്ത് കളയും, കാരണം ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ, വിട്ടുപോയതാണ്. ഓക്കെ, ഇനി ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. വിനീഷ് പേസ ടി വി അടിക്കുകയാണ്. പേസ ടി വി അടിച്ചു. അതിന് ഇന്ത്യ അടിച്ചു. സ്ട്രീറ്റ് അടിച്ചു, എറണാകുളം, അപ്പാർട്ട്മെൻറ്റ്, ഹെവൻലി പ്ലാസ അടിച്ചു. നോർത്ത് പറവൂർ ഇവിടെ കേരള അടിക്കാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. കേരള അടിച്ചു. ഇനി പിൻകോഡ് അടിക്കുകയാണ് 12321 ഒക്കെ അടിച്ചു. ഫോൺ നമ്പർ അടിക്കുകയാണ് 93. ഇവിടെയൊക്കെ ചെക്ക് ചെയ്യും, സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കറക്റ്റാണെന്ന്, കേരളം തന്നെയാണോ അങ്ങനെ ചെക്ക് ചെയ്യും, ഇതൊക്കെ തെറ്റുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. വിനീഷ് ഓക്കെ pesatv@gmail.com vineeshpesatv@gmail.com എന്ന് കൊടുത്തു. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു. പാസ്വേഡ് ചോദിക്കുകയാണ്. പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. 1 2 3 4 5 6 കൊടുത്തു. 7 8 9. ഓക്കെ, 1 2 3 4 5 6 7 8 9 ഇത് കൊടുത്തു. സ്ട്രോങ്ങർ പാസ്വേഡ് ചോദിക്കുകയാണ്. അപ്പോൾ pesatv 1 2 3 4 5 6 കൊടുത്തു. പി ക്യാപിറ്റൽ അടിച്ചു. എന്നാലും pesatv 23 കൊടുത്തു. pesatv 1 2 3 എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട്സൊക്കെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാങ്ക് ട്രാൻസ്ഫറാണ്. ബാങ്ക് ട്രാൻസ്ഫർ അടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓൾറെഡി നമ്മൾ WooCommerce ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇടാം. ഓക്കെ, പേ അപ്പോൺ ഡെലിവറി, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു. പ്ലേസ് ഓർഡർ കൊടുക്കണം.
നമ്മുടെ അക്കൗണ്ടൊക്കെ ഇനീഷ്യേറ്റീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യേറ്റീവ് അക്കൗണ്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അക്കൗണ്ട് പുതിയത് ക്രിയേറ്റ് ചെയ്തു. താങ്ക് യു, യുവർ ഓർഡർ ഹാസ് ബീൻ റിസീവ്ഡ്. നമ്മുടെ ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ, നമ്മുടെ ബില്ലാണ്, ബില്ലിംഗ് അഡ്രസ്സ്, നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സാണിത്. അതുപോലെ തന്നെ കസ്റ്റമർ നമ്മുടെ ഡീറ്റെയിൽ ആണ്. സബ് ടോട്ടൽ 790 രൂപയാണ്. നമ്മുടെ ഇവിടെ അക്കൗണ്ട്, മൈ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓർഡർ റിസീവ് ചെയ്തു വേണ്ട ക്യാഷ് ഓൺ ഡെലിവറി എമൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ഓർഡർ സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കാണാൻ പറ്റും. ഓർഡർ സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഉണ്ട് ഇവിടെ ഓർഡർ കാണാൻ പറ്റും. ഈ ഓർഡർ നമ്മൾ ഓർഡർ ചെയ്തതാണ് 1313 എന്ന നമ്പറാണ്. ഈ ഓർഡറിലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എനിവേ ഇതാണ് നമ്മുടെ ഇ-കൊമേഴ്സിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻസ്. ഇതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 15,000 രൂപയാണ് ഇ-കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ബേസായിട്ട്. ഇതിന് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നിങ്ങൾക്കൊക്കെ, അതായത് എല്ലാ ആൾക്കാർക്കും ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഇ-കൊമേഴ്സാണ് ആവശ്യം. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് കാണുക, വാട്സപ്പ് ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യുക, അവർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഇടുക, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഇ-കൊമേഴ്സിൽ ആവശ്യമുള്ളൂ. ഇനി വൻകിട അത് ഒരുപാട് പ്രോഡക്റ്റുകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി നിങ്ങളുടെ ബിസിനസ് ഹൈടെക് ഡെവലപ്മെൻറ്റ് ആവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് വൻകിട സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ ഇതിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുതിയ ഫ്രണ്ട്ലി ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ പങ്കിനകത്തുണ്ട്. ഞാൻ കാണിച്ചു തന്നല്ലോ. ഇനി ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ ആഡ് ചെയ്യാം കസ്റ്റമേഴ്സിന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ കോൺടാക്റ്റേഴ്സ് അഡ്രസ്സ് ഇവിടെ ഉണ്ട്. ഒക്കെ ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ആഡ് ആവും. സെയിൽ ഉണ്ടെങ്കിൽ സെയിൽ ഫങ്ഷൻ ഇടാം. ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ നിങ്ങൾക്കിപ്പോൾ ഇ-കൊമേഴ്സിൻ്റെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഐഡിയ മനസ്സിലായി കാണും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ താല്പര്യമുള്ള ഇ-കൊമേഴ്സ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക നമ്പറിൽ. എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാണ്. ഒന്നുകൂടെ 9388939394 എന്നാണ് നമ്പർ. ഈ ഫോൺ നമ്പറിലേക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ, ഏണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇ-കൊമേഴ്സ് അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ടെൻഷനൊന്നും എടുക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് ഇല്ല, ഇങ്ങനെ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് ബ്ലോഗ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയൊന്നും വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഒരു ആവറേജ് ഒരാൾക്ക് ആവശ്യമുള്ള പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ മിനിമം ഒരു 500 രൂപയെങ്കിൽ നമുക്ക് എപ്പോഴും ചിലവില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് പെർ ഡേ 500 മുതൽ 1000, 2000 രൂപ ഒക്കെ, 500 ടു 1000 രൂപ വരെ പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റി ശരിക്കും ബ്ലോഗ് പോർട്ടലിൽ നിന്ന് പറ്റും. അപ്പോൾ നന്നായിട്ട് നല്ലൊരു ബ്ലോഗ് പോർട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് സൈറ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് സെല് ചെയ്യാനിട്ടിട്ടുണ്ട്. ആ സൈറ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കുക ചെയ്യുക. 2 വീക്സ് കൊണ്ട് വരെ ആഡ്സൻസ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് കിട്ടേണ്ട ആഡ്സൻസ് അപ്രൂവൽ 2 വീക്സ് കൊണ്ട് വരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സൈറ്റിന് കിട്ടിയിട്ടുണ്ട്. എനിവേ ഗൂഗിൾ സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാനിതിൽ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി പേസ TV വളരെയധികം ലൈവായിട്ട് വരും. നിങ്ങൾക്ക് വീഡിയോ കാണുക, പിന്നെ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്ന ലൈക്ക് അടിക്കുക. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉപകാരം ഉള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ നമ്മൾക്ക് ഷോർട്ട് കട്ടില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ്. റിയലി 5 മിനിറ്റോ 10 മിനിറ്റോ ജസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ശരിക്കും നിങ്ങൾക്കത് യൂസ്ഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും 38-40 മിനിറ്റൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് നമ്മൾക്കൊരു ബെനിഫിറ്റ് ഓൾമോസ്റ്റ് ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ഒരു ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഡീറ്റെയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഐഡിയ ഏകദേശം കിട്ടിക്കാണും. അപ്പോൾ വിദേശത്തുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് അഫിലിയേറ്റ് ആയിട്ടുള്ള ലിങ്കുകൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് അഫിലിയേറ്റ് ലിങ്കുകൾ കണക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം. ജസ്റ്റ് പ്രോഡക്റ്റിൻ്റെ ഇമേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബൈ നോ, ആഡ് ടു കാർട്ട് അല്ലാതെ ബൈ നോ ബട്ടൺ ഉണ്ടാവും. ഈ ബൈ നോ ബട്ടൺ അടിച്ച് ഓട്ടോമാറ്റിക് അഫിലിയേറ്റ് ലിങ്കിലേക്ക് കണക്ട് ചെയ്ത് പോകും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, എനിവേ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ചാനലുകളിലേക്കും അത് വെബ്സൈറ്റുകളിലേക്കും ബ്ലോഗിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ പേസ TVയുടെ ഫാൻ പേജ്, പേസ TV ഓൺ ഫാൻ പേജ് മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് പേസ TV ഓൺ എന്ന പേസ TVയുടെ ഫാൻ പേജിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അവിടെ ഏകദേശം 1000-ഓളം കുറച്ച് ആൾക്കാരേ ഉള്ളൂ പേസ TV ഓണിൽ. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഉള്ളവരൊക്കെ. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും അവർ ക്ലിക്ക് ചെയ്യും, അവർ നോക്കും, ചെക്ക് ചെയ്യും.
ഓക്കെ, ഏകദേശം ഇതിന് 1200ഓളം ആൾക്കാർ PSATVയിലുണ്ട്. അത്രയോ ആൾക്കാർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇൻസ്റ്റൻ്റായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പോസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സ് അതിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എനിവേ ജെ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആണ്. ഇതുപോലെ നിങ്ങളുടെ പോർട്ടലും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് തരും താല്പര്യമുള്ളവർക്ക്. അപ്പോൾ എല്ലാ ആൾക്കാരും ജെ കളക്ഷൻസ് പുതിയ ഐറ്റംസൊക്കെ വരട്ടെ, ഇവർ നല്ലൊരു ബിൽഡപ്പ്, നല്ലൊരു കമ്പനിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സി യു. PSATV ഇനിയും തുടർന്ന് കാണാം. ഓക്കെ, പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ, സി യു.